നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാഗിംഗ്. യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മെഡിക്കൽ കോളേജ് റോഡ് ഉപരോധിച്ച് ABVP പ്രവർത്തകർ. ഹൈക്കോടതിക്കെതിരെ വിമർശനവുമായി രമേശ് ചെന്നിത്തല. ഹൈക്കോടതിയുടെ 2 വിധിന്യായങ്ങളാണ് റാഗിംഗ് സംഭവങ്ങൾ തുടർക്കഥയാകാൻ കാരണമെന്ന ആക്ഷേപം. വിധിന്യായങ്ങൾ കൊലയാളികൾക്ക് ആനുകൂല്യം നൽകുന്നു. ബാലാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ ഉയർന്നത് സ്കൂളുകളെ പറ്റിയുള്ള പരാതികൾ. സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് കമ്മീഷൻ. 19 പരാതികൾ തീർപ്പാക്കി. അനുഗ്രഹം ചൊരിഞ്ഞ് ലോക വൈദ്യനാഥൻ. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം അവസാന നാളുകളിലേക്ക്. നാളെ പള്ളിവേട്ട. വാർത്തകൾ വിശദമായി. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധ സമരം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കോട്ടയം നഴ്സിംഗ് കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് പ്രവർത്തകർ കോളേജ് വളപ്പിനുള്ളിൽ കയറാൻ ശ്രമിച്ചു. കോളേജിന്റെ ഗേറ്റ് തകർക്കാൻ ശ്രമിച്ച ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി വാഹനത്തിൽ കയറ്റി. അതേസമയം പ്രധാന കവാടത്തിന് സമീപത്തെ ബാരിക്കേഡ് പ്രവർത്തകർ തകർക്കാൻ ശ്രമിച്ചത് ഇവർക്ക് നേരെ വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. സ്ഥലത്ത് പോലീസും പ്രവർത്തകരുമായി സംഘർഷം നീണ്ടുനിന്നു. തുടർന്ന് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. രമേശ് ചെന്നിത്തല മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രതികളായ SFIക്കാരെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. റാഗിങ്ങിനെതിരെ സമരം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇതുവരെ കസ്റ്റഡി വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. കോടതിയുടെ നിയന്ത്രണത്തിൽ അന്വേഷണം ഉണ്ടാകണം. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഗൗരി ശങ്കരെയും സഹപ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു. ഇവിടെ ചാണ്ടി ഉമ്മ ചൂണ്ടിക്കാണിച്ച പോലെ ഈ അക്രമി സംഘത്തെ നിയന്ത്രിക്കാൻ ഒറ്റക്കെട്ടായി നമുക്ക് പോരാടണം. ചാണ്ടി ഉമ്മൻ MLA, ജോസഫ് വാഴയ്ക്കൻ, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ ഉൾപ്പെട്ട പ്രതികളെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ABVPയുടെ പ്രതിഷേധം. പ്രവർത്തകർ മെഡിക്കൽ കോളേജ് റോഡ് ഉപരോധിച്ചു. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ ABVPയുടെ പ്രതിഷേധം. ABVP പ്രവർത്തകർ മെഡിക്കൽ കോളേജ് റോഡ് ഉപരോധിച്ചു. പ്രതികളായ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും പുറത്താക്കാത്തതിലും കോളേജ് അധികൃതരെ പ്രതി ചേർക്കാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. ABVP ജില്ലാ സെക്രട്ടറി ശ്രീഹരി, സംസ്ഥാന സമിതി അംഗങ്ങളായ ഗോകുൽ, അശ്വതി എന്നിവരുടെ നേതൃത്വത്തിലാണ് റോഡ് ഉപരോധിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഹൈക്കോടതിയുടെ 2 വിധിന്യായങ്ങളാണ് റാഗിംഗ് സംഭവങ്ങൾ തുടർക്കഥയാകാൻ കാരണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഹൈക്കോടതിയുടെ വിധിന്യായങ്ങൾ റാഗിംഗ് കേസുകളിൽ കൊലയാളികൾക്ക് നൽകുന്ന ആനുകൂല്യമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് റാഗിംഗ് സംഭവങ്ങൾ തുടർക്കഥയാകുവാൻ കാരണം കേരള ഹൈക്കോടതിയുടെ 2 വിധിന്യായങ്ങൾ മൂലമാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരുന്ന JS സിദ്ധാർത്ഥിനെ ക്രൂരമായി ആക്രമിച്ചതിന്റെ ഫലമായാണ് മരണം സംഭവിച്ചതെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡും കേസ് അന്വേഷിച്ച CBIയും റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ പ്രതികൾക്ക് ജാമ്യം നൽകുകയും തുടർ പഠനത്തിന് അവസരമൊരുക്കുകയും ചെയ്ത ഹൈക്കോടതിയുടെ വിധിന്യായങ്ങൾ കലാലയങ്ങളിൽ റാഗിംഗ് തുടർക്കഥയാകുവാൻ കാരണമായ രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. കേരളത്തിലെ കലാലയങ്ങളിൽ എങ്ങനെ രക്ഷകർത്താക്കൾ തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വിടും? എന്ത് വിശ്വസിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ വിടും? സിദ്ധാർത്ഥൻ എന്ന പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊന്നിട്ട് 1 വർഷമാവുകയാണ്. നാളെ 18/2/2024 നാളെ 18/2/2025 ആ കുട്ടിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ SFIക്കാരായ ഭീകരന്മാർക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത് തികച്ചും ദൗർഭാഗ്യകരമാണ്. കോടതി വിധികളെ നമുക്ക് വിമർശിക്കാം. കോടതി ജഡ്ജിയുടെ കണ്ടക്റ്റിനെ വിമർശിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ കോടതി വിധികളെ വിമർശിക്കുന്നു. ഈ കോടതി വിധികളാണ് ഇന്ന് കേരളത്തിൽ റാഗിംഗ് നടത്താൻ SFIക്കാർക്ക് പരസ്യമായ ലൈസൻസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ കോട്ടയത്തിൽ നടന്ന സംഭവങ്ങൾ പോലും ഈ വിധിയുടെ വെളിച്ചത്തിൽ ഈ അക്രമകാരികൾക്ക് സംരക്ഷണം ഉറപ്പാവും. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
കോട്ടയത്ത് നടന്ന ബാലാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ 19 പരാതികൾ തീർപ്പാക്കി. സ്കൂളുകളുമായി ബന്ധപ്പെട്ട പരാതികളാണ് പ്രധാനമായും ഉയർന്നുവന്നത്. സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് കമ്മീഷൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കളക്ടറേറ്റ് വിപഞ്ചിക ഹാളിൽ സിറ്റിംഗ് നടത്തി. പരിഗണിച്ച 32 കേസുകളിൽ 19 തീർപ്പാക്കി. കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ജലജ മോൾ, കെ ഷാജു എന്നിവരുടെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് നടന്നത്. സ്കൂളുകളുമായി ബന്ധപ്പെട്ട പരാതികളാണ് പ്രധാനമായും ഉയർന്നുവന്നത്. കുട്ടികളുടെ സംരക്ഷണം, വിദ്യാഭ്യാസം, സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കമ്മീഷന് മുന്നിൽ വന്നത്. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. സ്കൂളുകളിൽ അക്കാദമിക് കാര്യങ്ങളിൽ അല്ലാതെ PTIയും SMSCയും അമിത ഇടപെടൽ നടത്തുന്നുണ്ടെന്നും കമ്മീഷൻ വിലയിരുത്തി. ബാലാവകാശ സംരക്ഷണ നിയമങ്ങളെക്കുറിച്ച് സമൂഹത്തിന്റെ താഴെത്തട്ടുവരെ അവബോധം സൃഷ്ടിക്കാൻ കഴിഞ്ഞതായി കമ്മീഷൻ അംഗങ്ങൾ പറഞ്ഞു. പൊതുസമൂഹവും കുട്ടികളുടെ സുരക്ഷിതത്വത്തിനായി മുന്നോട്ട് വരണമെന്ന് കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ജലജ മോൾ അഭിപ്രായപ്പെട്ടു. 13 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. പോലീസ് ഉദ്യോഗസ്ഥർ, വിദ്യാഭ്യാസ വകുപ്പ് പ്രതിനിധികൾ, നിയമവകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവപ്പള്ളി സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് പൊൻകുന്നം. ഗുണമേന്മയുള്ള തടികൾ വാങ്ങുവാൻ തടികൾ ഉരുളായും ഉരുപ്പടിയായും വിൽക്കുന്നു. നിങ്ങളുടെ വീടിന്റെ നിർമ്മാണത്തിനും ഫർണിച്ചറുകൾ പണിയുന്നതിനും ആവശ്യമായ ഗുണനിലവാരമുള്ള തടികൾ, തേക്ക്, ആഞ്ഞിലി, പ്ലാവ്, മഹാഗണി തടികൾ, കൂടാതെ ഇറക്കുമതി ചെയ്ത തടികളും 24 മണിക്കൂറും ക്രെയിൻ സർവീസ്. തിരുവപ്പള്ളി സോമിൽ, നരിയനാനി, കൊപ്രാക്കളം, പൊൻകുന്നം. ഫോൺ 9447324179, 8921620928, 7306405536. ദേശാധിപന്റെ തിരുവുത്സവം അവസാന നാളുകളിലേക്ക്. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായുള്ള ഉത്സവബലിയും പ്രസിദ്ധമായ ഉത്സവബലി ദർശനവും നടന്നു. ആയിരക്കണക്കിന് ഭക്തരെ കൊണ്ട് നിറഞ്ഞിരുന്നു ക്ഷേത്രവും പരിസരവും. ചിറക്കടവ് ശ്രീ മഹാദേവന്റെ തിരുവുത്സവം അവസാന നാളുകളിലേക്ക്. ദേശാധിപന്റെ തിരുവുത്സവത്തിന്റെ 8ാം ദിനമായ തിങ്കളാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ശ്രീബലി ചടങ്ങുകൾ നടന്നു. ഗജരാജൻ മലയാലപ്പുഴ രാജന്റെയും നാദസ്വരത്തിന്റെയും തവിരിന്റെയും അകമ്പടിയിൽ ഭഗവാൻ എഴുന്നള്ളി നിന്നു. ഉച്ചയ്ക്കായിരുന്നു ദേവസ്വം വക ഉത്സവബലി. ക്ഷേത്ര നാലമ്പലത്തിനകത്തും പുറത്തുമുള്ള ബലിക്കല്ലുകളിലും ദേവന്റെ പരിവാരങ്ങൾക്കും മറ്റ് ഭൂതഗണങ്ങൾക്കും നിവേദ്യം അർപ്പിക്കുന്ന ചടങ്ങായ ഉത്സവബലി കണ്ടുതൊഴാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. കനത്ത വെയിലിനെ അവഗണിച്ച് മതിൽക്കെട്ടിന് പുറത്തുനിന്നും നീണ്ട ക്യൂ മണിക്കൂറുകളോളം തുടർന്നു. ഉത്സവബലി തൊഴുതിറങ്ങുന്നവർക്കായി മഹാപ്രസാദമൂട്ടും ഒരുക്കിയിരുന്നു. രംഗമണ്ഡപത്തിൽ കലാമണ്ഡലം പുരുഷോത്തമൻ കർത്ത അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ അരങ്ങേറി. സംപ്രാപ്യവേഗാൽ ഒരു കഥ പറവാൻ കൊമ്പുകുത്തും ദശായ കമ്പം കൂടാതിരിപ്പാൻ അധികതരമഹം കുമ്പിടുന്നേനിതാനേ വൻപേറും കാലടിക്ഷ്മ സുരമണി നിലയം തന്നിൽ അൻപും ഗണേശ. നാളെയാണ് പള്ളിവേട്ട. രാവിലെ 8-ന് ശ്രീബലി ചടങ്ങുകൾ ആരംഭിക്കും. 9:30 മുതൽ പല്ലാവൂർ ശ്രീധരന്മാരാരുടെ പ്രാമാണിത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യം അരങ്ങേറും. വൈകിട്ട് 4 മണിക്ക് കാഴ്ച ശ്രീബലിയോടനുബന്ധിച്ച് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരും 101 പരം കലാകാരന്മാരും പങ്കെടുക്കുന്ന മേജർ സെറ്റ് പഞ്ചാരിമേളവും ഉണ്ടാകും. 6:30 മുതലാണ് കൂടിവേല. രാത്രി 1 മണിക്കാണ് പള്ളി നായാട്ട്. 1:30-ന് പള്ളിവേട്ട എഴുന്നള്ളിക്കും.
ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കൊണ്ട് കേരള ഭൂപടം ഒരുക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പും രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാനും ചേർന്നാണ് പ്ലാസ്റ്റിക് കൊണ്ട് കേരളത്തിന്റെ ഭൂപടം നിർമ്മിച്ചത്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിന്റെ ഭൂപടം നമ്മൾ നേരിടുന്ന പ്ലാസ്റ്റിക് വിപത്തിന്റെ നേർപ്രതീകമായി. തദ്ദേശ സ്വയംഭരണ വകുപ്പും രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാനും ചേർന്ന് അജൈവ മാലിന്യങ്ങളുടെ പരിസ്ഥിതി മലിനീകരണത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പ്ലാസ്റ്റിക് കൊണ്ട് കേരളത്തിന്റെ ഭൂപടം കോട്ടയം സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഒരുക്കിയത്. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എസ് ശ്രീജിത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ അംഗങ്ങളാണ് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് കേരളത്തിന്റെ ഭൂപടം നിർമ്മിച്ചത്. ഇതോടൊപ്പം ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച അലങ്കാര വസ്തുക്കളുടെ പ്രദർശനവും നടന്നു. ആദിത്യ ബാബു എന്ന 17-കാരിയാണ് ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് അലങ്കാര വസ്തുക്കൾ നിർമ്മിച്ചത്. താക്കോൽ, കത്രിക, വള, കുപ്പിയുടെ അടപ്പ്, പെൻസിൽ കട്ടർ എന്നിങ്ങനെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ കാണാറുള്ളത് പോലെയല്ല ആദിത്യയുടെ ബോട്ടിൽ ആർട്ട്. കുപ്പികളിലെ ചിത്രവർണ്ണങ്ങൾക്ക് പുറമെ മുത്തുമാലകൾ കൊണ്ടും വർണ്ണ നൂലുകൾ കൊണ്ടുമുള്ള തൊങ്ങലുകൾ അവയ്ക്ക് വേറെ മാനം നൽകുന്നു. പ്ലാസ്റ്റിക് കുപ്പികൾ, പേപ്പർ കപ്പുകൾ, കാർഡ്ബോർഡുകൾ, പഴയ പാത്രങ്ങൾ, ചിരട്ട, തെർമോക്കോൾ തുടങ്ങിയവയെല്ലാം കലാകാരിയുടെ കൈതൊട്ടപ്പോൾ കമനീയമായി. ചെറുപ്പം മുതലേ ചിത്രരചനയിലും കരകൗശലത്തിലും ആദിത്യ ശ്രദ്ധ നൽകിയിരുന്നു. 600ഓളം കരകൗശല വസ്തുക്കൾ ഇതുവരെ നിർമ്മിച്ചിട്ടുണ്ട്. കിടങ്ങൂർ NSS സ്കൂളിൽ നിന്നും +2 പഠനം പൂർത്തിയാക്കിയ ആദിത്യ ഫാഷൻ ഡിസൈനിങ് മേഖലയിലേക്ക് കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ചെറുപ്പം തൊട്ടേ എല്ലാം ഉണ്ടാക്കുമായിരുന്നു. വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഞാൻ ഇത് പഠിച്ചിട്ടൊന്നുമില്ല, മനസ്സിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. സ്റ്റോൺ ആർട്ട്, ലീഫ് ആർട്ട്, ഗ്ലാസ് പെയിന്റിങ്, മ്യൂറൽ പെയിന്റിങ്, ബോട്ടിൽ ആർട്ട്, പിന്നെ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചുള്ള ഓരോ പാഴ്വസ്തുക്കളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. മറ്റുള്ളവർ വലിച്ചെറിഞ്ഞിരിക്കുന്ന സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നത്. എല്ലാവരും കളയുന്ന വസ്തുക്കളിൽ നിന്നാണ് പിറക്കിയെടുത്തുകൊണ്ട് വെച്ചെല്ലാം ഉണ്ടാക്കുന്നത്. മാലിന്യമുക്ത അവബോധന പരിപാടിയിൽ ആദിത്യയെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എസ് ശ്രീജിത്ത് ഉപഹാരം നൽകി ആദരിച്ചു. യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജൂനിയർ സൂപ്രണ്ട് VA ഷാനവാസ്, ഗ്രാമസ്വരാജ് അഭിയാൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എക്സ്പെർട്ട് വിജയ് ഘോഷ്, രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ ജില്ലാ പ്രൊജക്ട് മാനേജർ R രാഹുൽ, രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ ബ്ലോക്ക് കോർഡിനേറ്റർമാർ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ സംസ്ഥാനത്ത് ജനകീയ പങ്കാളിത്തത്തോടെ മുന്നോട്ട് പോകുന്ന മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് കോട്ടയം ജില്ലയിൽ വലിച്ചെറിയൽ മുക്ത സമൂഹം രൂപപ്പെടുത്തുന്ന ഒരു വലിയ ക്യാമ്പയിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പും RGSA ജില്ലാ ടീമും അതോടൊപ്പം തന്നെ ജില്ലാ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റും ചേർന്ന് ഒരുക്കിയ ഒരു പ്രോഗ്രാം ആയിരുന്നു. അതിൽ ഒരു കാര്യം, ഇത് വലിച്ചെറിയൽ മുക്ത നാട് രൂപപ്പെടുത്തുക. നമ്മുടെ മാലിന്യങ്ങൾ വലിച്ചെറിയാനുള്ളതല്ല, അത് കൃത്യമായി പുനഃചംക്രമണത്തിന് അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറാനുള്ളതാണ് അജൈവ മാലിന്യങ്ങൾ എന്നൊരു വലിയ സന്ദേശം സമൂഹത്തിന് നൽകുന്ന ഒരു വലിയ ക്യാമ്പയിനാണ് RGSA ജില്ലാ ടീം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോട്ടയം. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ്ങിലെ ഇരയ്ക്ക് നീതി നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ചും ഇനി കേരളത്തിൽ സിദ്ധാർത്ഥുമാർ ഉണ്ടാകരുതെന്ന മുദ്രാവാക്യം ഉയർത്തിയും സിദ്ധാർത്ഥിന്റെ ചരമവാർഷിക ദിനമായ ചൊവ്വാഴ്ച ചാണ്ടി ഉമ്മൻ MLA നിരാഹാരം അനുഷ്ഠിക്കുന്നു. രാവിലെ 9 മുതൽ ഗാന്ധി സ്ക്വയറിലാണ് നിരാഹാരം. നാളെ രാവിലെ ഗാന്ധി സ്ക്വയറിൽ രാവിലെ 9 മുതൽ നിരാഹാരം അനുഷ്ഠിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നാളെ സിദ്ധാർത്ഥൻ മരിച്ചിട്ട് 1 വർഷമാകും. സിദ്ധാർത്ഥന്മാർ ഇനി ഉണ്ടാകരുത് എന്നുള്ള മുദ്രാവാക്യവുമായി നടത്തപ്പെടുന്ന ഈ സമരം, ആ സമരത്തിന് നിങ്ങളെല്ലാവരെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളെ കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്ന സംഭവം, സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷവും അതുപോലത്തെ സംഭവങ്ങൾ റാഗിംഗ് എന്ന പേരിൽ കേരളത്തിൽ ആവർത്തിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ സമരം നടക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. തിരുവാർപ്പ് പഞ്ചായത്തിലെ ശാസ്താംകടവ് വെട്ടിക്കാട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. മലരിക്കൽ പ്രദേശത്തെ റോഡ് ഈ മാസം 24-ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. ക്ഷേമവും വികസന പ്രവർത്തനങ്ങളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സർക്കാരാണ് കേരളത്തിലുള്ളതെന്ന് തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ ശാസ്താംകടവ് വെട്ടിക്കാട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തീരദേശ റോഡുകളുടെ നിലവാരം ഉയർത്തൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത്.
അനുവദിക്കുന്നത്. കൂടുതൽ തുക വേണ്ടി വന്നാൽ MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയത്ത് നിന്ന് കുറേയേറെ മണ്ണടിച്ച റോഡ് പൊക്കി തന്നിരുന്നു. അതിനുശേഷം ഒരു വാക്ക് നിങ്ങളോട് പറഞ്ഞു, ഇത് നന്നാക്കിയിട്ടേ ഞാൻ പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് നിങ്ങളോട് ഇപ്പോൾ പാലിക്കുകയാണ്. ഇത് നന്നാക്കിയിട്ടേ പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിനാവശ്യമായ ഫണ്ട് ഇപ്പോൾ 1 കോടിയാണെങ്കിലും അതിൽ കൂടുതൽ ഫണ്ട് വേണ്ടി വന്നാലും അത് MLA ഫണ്ടിൽ നന്നായിരുന്നു പൂർത്തീകരിക്കും എന്ന കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. മാധവശ്ശേരി പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OS അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KV ബിന്ദു, തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ സജിമോൻ, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AM ബിനു, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ CT രാജേഷ്, KR അജയ്, PS ഷീനാമോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നാടൻ പന്തുകളിയിൽ ജേതാക്കളായി മീനടം ടീം. പുതുപ്പള്ളി നേറ്റീവ് ബോൾ ഫെഡറേഷൻ കപ്പ് വെൽഫെയർ ടൂർണമെന്റിന്റെ ഫൈനലിലാണ് മീനടം ജേതാക്കളായത്. കേരള നേറ്റീവ് ബോൾ ഫെഡറേഷൻ കപ്പ് വെൽഫെയർ ടൂർണമെന്റ് പുതുപ്പള്ളി സെന്റ് ജോർജ് വൊക്കേഷണൽ സ്കൂൾ മൈതാനിയിൽ നടന്നു. 32 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിന്റെ ഫൈനൽ മത്സരം ഞായറാഴ്ച വൈകിട്ട് നടന്നു. ഫൈനൽ മത്സരത്തിൽ കുമാരനെല്ലൂർ ടീമിനെ പരാജയപ്പെടുത്തി മീനടം ടീം ജേതാക്കളായി. 33,333 രൂപയും എവറോളിംഗ് ട്രോഫിയുമാണ് വിജയികൾക്ക് ലഭിച്ചത്. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി സഞ്ജു കുമാരനെല്ലൂരിനെയും, മികച്ച കാലടികാരനായി ശബരി കുമാരനെല്ലൂരിനെയും, മികച്ച പൊക്കിവെട്ടുകാരനായി എൽദോ മീനടത്തെയും, മികച്ച കൈവെട്ടുകാരനായി മച്ചു അരിപ്പറമ്പിനെയും, മികച്ച പിടുത്തക്കാരനായി മണിക്കുട്ടൻ കുമാരനെല്ലൂരിനെയും തെരഞ്ഞെടുത്തു. ഫൈനൽ മത്സരത്തിലെ മികച്ച കളിക്കാരനായി എൽദോ മീനടം മാറി. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഫെഡറേഷൻ പ്രസിഡന്റ് സന്ദീപ്, സെക്രട്ടറി ബബിലു തിരുവാർപ്പ്, ട്രഷറർ ജീമോൻ പുതുപ്പള്ളി, വൈസ് പ്രസിഡന്റ് രാഹുൽ ചമ്പക്കര, ജോയിന്റ് സെക്രട്ടറി ജേക്കബ് പുതുപ്പള്ളി, അഖിൽ ആറാണി, ബിനോയ് പള്ളം, രാജഗോപാൽ പുതുപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുത്തോലി പഞ്ചായത്തിന് ഇനി പുതിയ ആംബുലൻസ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. മുത്തോലി പഞ്ചായത്തിൽ ഇനി വീട്ടുപടിക്കൽ ആംബുലൻസ് എത്തും. ഒരു ഫോൺ കോളിന്റെ താമസം മാത്രം. മുത്തോലി കവലയിൽ ചേർന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആംബുലൻസിനെ ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്തിലുടനീളം ആവശ്യഘട്ടത്തിൽ വീട്ടുപടിക്കൽ ആംബുലൻസ് സൗകര്യം ലഭ്യമാക്കുന്നതിനാണ് പദ്ധതിയെന്ന് രഞ്ജിത്ത് അറിയിച്ചു. പവർ ഫിനാൻസ് കോർപ്പറേഷന്റെ സഹകരണത്തോടെയാണ് ആംബുലൻസ് വാങ്ങിയത്. പഞ്ചായത്തിന്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നൂതന ആശുപത്രി ഉപകരണങ്ങളും വീൽചെയറുകളും ആധുനിക ഇലക്ട്രിക് ഘടകങ്ങളും വാങ്ങി നവീകരിക്കുകയും ചെയ്തു. 50 ലക്ഷം രൂപയുടെ CRS ഫണ്ടാണ് ഇതിനായി വിനിയോഗിച്ചത്. ചടങ്ങിൽ മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത്, രാജൻ മുണ്ടമറ്റം, വൈസ് പ്രസിഡന്റ് CA രജു, മെമ്പർമാരായ ശ്രീജയ MP, എമ്മാനുവൽ പനകൽ, ആര്യ NK ശശികുമാർ, സിജു ചെറുതാഴ്ത്തുകര, BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ, നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് G അനീഷ്, ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റ് സുമിത് ജോർജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. അറിയിപ്പ്. 1995 ജനുവരി 1 മുതൽ 2024 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ റദ്ദായി പോയവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിനായി സർക്കാർ ഉത്തരവായി. കാഞ്ഞിരപ്പള്ളി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്തവർക്കും ഈ കാലയളവിൽ ജോലി ലഭിച്ച് വിടുതൽ സർട്ടിഫിക്കറ്റ് യഥാസമയം രേഖകളിൽ ചേർക്കാൻ കഴിയാത്തവർക്കും രജിസ്ട്രേഷൻ സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് പുതുക്കുന്നതിന് ഏപ്രിൽ 30 വരെ കാഞ്ഞിരപ്പള്ളി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരായോ www.employment.kerala.gov.in എന്ന ഓൺലൈൻ പോർട്ടൽ മുഖേനയോ പ്രത്യേക പുതുക്കൽ നടത്താമെന്ന് എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. സൗത്ത് പാമ്പാടി സെന്റ് തോമസ് ഗവൺമെന്റ് LP സ്കൂളിൽ LPST തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 19 രാവിലെ 11 മണിക്ക് അഭിമുഖത്തിന് സ്കൂളിലെത്തണം. യോഗ്യത TTC കേട്ടറ്റ്. മൊറാർജി ദേശായി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മൊറാർജി ദേശായിയുടെ 129ാം ജന്മദിനത്തോടനുബന്ധിച്ച് വൃക്ക രോഗികൾക്കായി നൽകുന്ന ഡയാലിസിസ് കിറ്റുകൾക്കായി അപേക്ഷ ക്ഷണിച്ചു. ഫോൺ 9645987927. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാഗിംഗ്. യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മെഡിക്കൽ കോളേജ് റോഡ് ഉപരോധിച്ച് ABVP പ്രവർത്തകർ. ഹൈക്കോടതിക്കെതിരെ വിമർശനവുമായി രമേശ് ചെന്നിത്തല. ഹൈക്കോടതിയുടെ 2 വിധിന്യായങ്ങളാണ് റാഗിംഗ് സംഭവങ്ങൾ തുടർക്കഥയാകാൻ കാരണമെന്ന ആക്ഷേപം. വിധിന്യായങ്ങൾ കൊലയാളികൾക്ക് ആനുകൂല്യം നൽകുന്നു. ബാലാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ ഉയർന്നത് സ്കൂളുകളെ പറ്റിയുള്ള പരാതികൾ. സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് കമ്മീഷൻ. 19 പരാതികൾ തീർപ്പാക്കി. അനുഗ്രഹം ചൊരിഞ്ഞ് ലോക വൈദ്യനാഥൻ. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം അവസാന നാളുകളിലേക്ക്. നാളെ പള്ളിവേട്ട. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.